ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. 3 പടവുകളിലൂടെ സാധകൻ്റെ സഞ്ചാരം മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ആദ്യത്തേത് അവനോടൊപ്പമായിരിക്കുക എന്നുള്ള, അവൻ്റെ പാദങ്ങളിലിരിക്കുക, അവൻ്റെ അമൃതമൊഴികൾ കേൾക്കുക, അവൻ്റെ സ്വഭാവത്തിലേക്കും അവൻ്റെ വചനത്തിലേക്കും ഉറ്റുനോക്കുക, അങ്ങനെ സ്വയം പ്രകാശിച്ചവരായി മാറുക. വേദപുസ്തകം പറയുന്നുണ്ടല്ലോ, അവനിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിച്ചു. ഒരു വിളക്കിനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണുപൂട്ടി ഇരുന്ന് കഴിയുമ്പോഴും ആ വിളക്കിൻ്റെ നാളങ്ങൾ ഉള്ളിൽ തെളിയുന്നതെന്ന് പറയുന്ന കണക്ക് വളരെ സ്വാഭാവികമായ ഒരു തരം രൂപാന്തരീകരണമായത്. അവനോടൊപ്പമായിരിക്കുക. 2, അവന് വേണ്ടിയായിരിക്കുക. നമ്മുടെ കാലത്ത് യേശു സജീവമാകുന്നത് നമ്മളിലൂടെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ഇത്. എവിടെയൊക്കെ അവിടെ നിന്ന് ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നു, എവിടെന്തൊക്കെ അവിടെ നിന്ന് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അവിടെയൊക്കെ അവന് പകരക്കാരനായിട്ട് പോവുക. വിക്കർ എന്ന് പറഞ്ഞ വാക്കാണ്. മാർപ്പാപ്പയെ പോലും വിളിക്കുന്ന വാക്ക് വിക്കർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ്, ക്രിസ്തുവിന് പകരക്കാരൻ. മാർപ്പാപ്പ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും വിക്കേഴ്സാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാരാണ്. അതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ പറയുന്നത് യേശു ശിരസ്സും സഭ ശരീരമാണ്. ശിരസ്സിന് ഭാവന കാണാൻ മാത്രമേ പറ്റൂ, ജീവിതത്തെക്കുറിച്ച് ഭംഗിയുള്ള സങ്കല്പങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ പറ്റൂ, സ്വപ്നങ്ങൾ നെയ്തെടുക്കാനേ പറ്റൂ. പക്ഷെ ഇതെല്ലാം കൃത്യമായിട്ട് മണ്ണിൻ്റേതാവുക, ഭൗതികതലത്തിലാകുക എന്ന് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. എൻ്റേതല്ലാതെ വേറെ കരം അവനില്ല, എൻ്റേതല്ലാതെ അവന് സഞ്ചരിക്കാനായിട്ട് വേറെ പാദങ്ങളില്ല. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, അവന് പകരക്കാരനാവുക. അങ്ങനെ പകരക്കാരനാകുമ്പോൾ ഈ ഫ്രാൻസിസിൻ്റെ കാര്യത്തിലൊക്കെ പറയുന്ന കണക്ക് നമ്മളിൽ നിന്നിങ്ങനെ യേശുവിൻ്റെ ഗന്ധം വരും. ഫ്രാൻസിസ് ഒരാളെ ചുംബിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഈ മനുഷ്യൻ വാവിട്ട് കരയുക. എന്താ കരയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, യു നോ ദാറ്റ് യങ് മാൻ സ്മെൽഡ് ക്രൈസ്റ്റ്. ആ പോണ ചെറുപ്പക്കാരൻ യേശുവിൻ്റെ ഗന്ധമാണ്. അത് കണക്ക് അവന് പകരക്കാരായി ഭൂമിയിൽ വർത്തിക്കുന്നവരിൽ നിന്ന് പതുക്കെ ഇങ്ങനെ യേശുവിൻ്റെ ഗന്ധം ഉണ്ടാവും. പ്രകാശവും സുഗന്ധമുള്ള ജീവിതം. ഒടുവിലായിട്ട് അവനിൽ വസിക്കുക. ഇങ്ങനെ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവനിങ്ങനെ പൂർണ്ണമായിട്ട് ഇങ്ങനെ മുങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ട്. ഒരു ചിപ്പിയുടെ സങ്കല്പം കണക്കാണ്. തടാകത്തിൽ കിടക്കുന്നൊരു ചിപ്പി പറയുകയാണ്, ഞാനും തടാകം ഒന്നാണ്. ഞാനും തടാകം ഒന്നെന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റിയുടെ പ്രശ്നമല്ല, അത് ക്വാണ്ടിറ്റിയുടെ പ്രശ്നമല്ല, ഒരു ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. ഞങ്ങളുടെ സവിശേഷതകളൊന്നാണ്. രണ്ടും നിറഞ്ഞു തന്നെ ആയിരിക്കുന്നത്. ചിപ്പിയും നിറഞ്ഞിട്ടുണ്ട്, തടാകവും നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തമ്മിൽ ഒത്തിരി അകലമുണ്ടെന്ന് നമുക്കറിയാം. അത്തരം ഒരു തരം വാസസാധ്യമാണ്. തടാകത്തിനുള്ള ചിപ്പി കരുന്ന കണക്ക് ഞാനും തടാകം ഒന്നാണ്. അതിലേക്കാണ് ആത്യന്തികമായിട്ട് അവിടെ നമ്മളെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെയൊക്കെയാണ് ഈ വലിയ പണ്ഡിതന്മാരും ജ്ഞാനികളുമൊക്കെ പറയുന്ന യോഗാത്മകം സംഭവിക്കുന്നത്, മിശ്രിസം സംഭവിക്കുന്നത്. വി ബിക്കം വൺ. ആ വാസത്തിലേക്കുള്ള ക്ഷണത്തെ നമുക്കൊന്ന് കുറേ കൂടി ഗൗരവമായിട്ട് എടുക്കുക. എന്നിൽ വസിക്കുക, എബൈഡ് ഇൻ മീ. ആ വാക്ക് തന്നെ എന്തൊരു ഭംഗിയുള്ളൊരു വാക്കാണ്. ഞങ്ങളുടെ ഗുരു കൂടിയായ ഒരു വൈദികൻ ഒരു പുസ്തകം അടുത്ത ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ശീർഷകം അതാണ്, വാസം. ഞാൻ ആ ഒരു ശീർഷകമാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സന്ധ്യാവിചാരത്തിന് പോലും എന്നെ പ്രേരിപ്പിച്ചത്. അതിൽ തന്നെ ഒത്തിരി അടരുകളുള്ള വിചാരമാണ്. പലപ്പോഴും നമ്മുടെ പ്രശ്നം നമുക്ക് വേരുകളില്ലെന്നുള്ള. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരും പല കാരണങ്ങൾ കൊണ്ട് പാർത്തിരുന്ന ഇടങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരൊക്കെ കരുതുന്നവർക്ക് വേരുകളില്ലെന്നുള്ള. ചെറുപ്പത്തിലൊക്കെ അപ്പൂപ്പൻ വേറൊരു നാട്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ പാർക്കിനടുത്ത് വന്ന ഒരാളായതുകൊണ്ട് ഞാനങ്ങനെ കരുതിയിട്ടുണ്ട് എനിക്ക് വേരുകളില്ല. പക്ഷേ അത്തരം ചില വിചാരങ്ങളൊക്കെ ഞാൻ മറന്നു തുടങ്ങിയിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഒരാൾ എന്നെ ഫോൺ ചെയ്യുവോളം അയാൾ പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണ്, എനിക്ക് വേരുകളില്ല. കാരണം കുടുംബത്തിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത അത്രയും ഇങ്ങനെ ഭംഗിയുള്ള അത്രയും ഇൻറ്റിമസിയുള്ളൊരു വീടാണ്. എന്നിട്ടും ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് ഈ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഈ വ്യക്തി റിയലൈസ് ചെയ്യുകയാണ്, താൻ വിചാരിച്ച കണക്കൊരു സ്നേഹമൊന്നും വീടിനകത്തില്ല. അപ്പം അതിനുവേണ്ടി ആ വ്യക്തി ഉപയോഗിക്കുന്ന വാക്കാണിത്, എനിക്ക് വേരില്ല. അപ്പോൾ ഭൗതികമായിട്ടും ആന്തരികമായിട്ടുമൊക്കെ മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ് വേരുകളില്ല. വേരുകളില്ലാത്തവരൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ വേരുകൾ മനുഷ്യരിലല്ല, നമ്മൾ വിചാരിക്കുന്ന കണക്ക് നമ്മുടെ ബന്ധങ്ങളിലുമല്ല. അദൃശ്യമായൊരു വേര് ഈ ഭൂമിയിൽ ഇങ്ങനെ താഴെ കിടപ്പുണ്ട്. നമ്മൾ പലപ്പോഴും ആ വൃക്ഷത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ നാമ്പ് പുറത്തേക്ക് വരുന്നതിനേക്കാൾ എത്ര മടങ്ങാണ്, എത്ര സെൻറ്റിമീറ്ററാണ് അതിൻ്റെ വേരുകൾ ഇങ്ങനെ ആഴങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഈ വേരുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അത് എവിടെയുമുള്ള വേരുകൾ.
ആ വലിയ പേര് ആ ചൈതന്യമാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ മനുഷ്യന് ഇത്രയും അനാഥത്വം തോന്നത്തില്ല, ഇത്രയും നിസ്സഹായ തോന്നത്തില്ല. വരൂ, എന്നിൽ വസിക്കും. ഒരേ ശരീരമാകാനുള്ള ക്ഷണം ഇത്. പണ്ടിങ്ങനെ നമുക്കറിയാം, യേശു വളരെ ഉപയോഗിക്കുന്ന വാക്കാണ്. വിവാഹത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യേശു പറയുന്നു, അവർ ഇനി ഒരു ശരീരമായിരിക്കും. നമ്മളതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അങ്ങനെ കണ്ണുപൂട്ടി ധ്യാനിക്കുന്നില്ല. എന്താ ഈ ഒരു ശരീരമായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? ഒരുമിച്ച് പുണരുമ്പോൾ അവരൊരു ശരീരം കണക്ക് അനുഭവപ്പെടുന്നതാണോ? അല്ല. അവർക്കിടയിൽ ഇങ്ങനെ വേർതിരിച്ച് എടുക്കാനാവാത്ത വിധത്തിലൊരു പാരസ്പര്യം സംഭവിക്കുന്നു. ആരുടേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുതരം വൺനെസ്, ഹോൾനെസ് എന്നൊക്കെ പറയുന്ന ഒന്നിലേക്ക്, വൺ ആൻഡ് സെയിം ഹോൾ എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് അവർ വരുന്നു. അപ്പോൾ ഏതൊരു അഗാധമായ ബന്ധത്തിന്, വിവാഹത്തിനാവട്ടെ പ്രണയത്തിനാവട്ടെ, ഇതിനൊക്കെ വേണ്ടി കരുതി വെക്കാവുന്ന വാക്കാണ് അവരൊരു ശരീരമാവുക. അങ്ങനെയെങ്കിൽ ആത്മീയതയിൽ എന്തുമാത്രം നമ്മൾ കരുതേണ്ട വാക്കാണ് അവരൊരു ശരീരമാവുക. വലിയ ഒരു ശരീരത്തിൻ്റെ പൊടിപ്പായിട്ട് തകർപ്പായിട്ട് നിൽക്കുക എന്നുള്ള പ്രധാനം. പണ്ടിങ്ങനെ ഒരു അഭ്യാസി വലിയൊരു വെള്ളച്ചാട്ടത്തിന് മീതെ കൂടി ഒരു കയറുപാലം കെട്ടി നടക്കാനുള്ള ശ്രമത്തിലാണ്. ആൾക്കൂട്ടം ഇങ്ങനെ ശ്വാസം അടക്കിയാണ് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അയാൾ മരകരയിലെത്തുമ്പോൾ ഇയാളെടുത്ത് ഈ മനുഷ്യർ വല്ലാതെ ആഘോഷിക്കുക. അപ്പോൾ അയാൾ വളരെ നിർമ്മമതയോടുകൂടി വളരെ കൂളായിട്ട് പറഞ്ഞു, അത് നിങ്ങളിപ്പോൾ കണ്ടത് എൻ്റെ ഒരു ചെറിയ നമ്പർ മാത്രമാണ്, എൻ്റെ ശരിക്കുള്ള നമ്പർ വരാനിരിക്കുന്നുള്ളൂ. അതെന്താണാവോ? എനിക്ക് ഒരാളെ എടുത്തുകൊണ്ട് ഈ നൂൽപ്പാലത്തിലൂടെ കടന്നു പോകാൻ പറ്റും. അതിന് താല്പര്യമുള്ള തയ്യാറുള്ള ആരെങ്കിലും മുമ്പോട്ട് വരിക. ജന്മം ചെയ്തെന്നാൽ ഏതെങ്കിലും ജീവനിൽ കൊതിയുള്ള ഒരാൾ മുമ്പോട്ട് പോകുക. എല്ലാവരും പിൻവാങ്ങുക. അവർ പറഞ്ഞു, നീ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും, ഞങ്ങളതിൽ വിശ്വാസം ഉണ്ടാകും. പറഞ്ഞു, എനിക്ക് പ്രൂവ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പരിങ്ങി നിൽക്കുമ്പോൾ പിന്നോട്ട് മാറുമ്പോൾ ഒരു ചെറിയ കുട്ടി പറയുന്നു, ഞാൻ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് തോളിൽ പിടിച്ച് കയറി അയാൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ കാതിലെന്തോ മന്ത്രിച്ചു. എന്നിട്ട് മുഴുവൻ പേരുടെയും ശ്വാസം എടുക്കുന്ന ആ കാഴ്ച സംഭവിക്കുകയാണ്. ഇയാൾ ഈ കുഞ്ഞിനെ ഇങ്ങനെ അണച്ചു പിടിച്ചുകൊണ്ട് ഈ പറയുന്ന നൂലുപാലത്തിന് കുറുകെ കടക്കുക. ഒരു ചുവട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ മറുകരയിൽ എത്തിക്കഴിയുമ്പോൾ ഈ കുട്ടിയായ ആൾക്കൂട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം, അവനായി ഹീറോ. ആൾക്കൂട്ടം അവനോട് പറഞ്ഞു, കുട്ടി നിൻ്റെ ധൈര്യം ഭയങ്കരമാണ്. ആട്ടെ, അയാൾ നിന്നോട് എന്ത് മന്ത്രമാണ് പറഞ്ഞു? എന്തോ നിൻ്റെ കാതിൽ മന്ത്രിക്കുന്നതായിട്ട് ഞങ്ങൾ കേട്ടു. അപ്പോൾ കുട്ടി പറഞ്ഞു, അയാൾ എന്നോട് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഇത് അപകടം പിടിച്ച കളിയാണ്. ഈ കളിക്കകത്ത് ഒരൊറ്റ നിയമം മാത്രമേ സൂക്ഷിക്കേണ്ടതുള്ളൂ. അതെന്താണ്? നമ്മുടെ മിടിപ്പുകളൊന്നാവുക. വി ബ്രീത്ത് ടുഗദർ. ഒരേപോലെ ശ്വസിക്കുക, ഒരേപോലെ മിടിക്കുക, ഒരേപോലെ സ്പന്ദിക്കുക. എവിടെയെങ്കിലും വെച്ച് ഈ ശ്വാസമോ മിടിപ്പോ തെറ്റുന്ന ആ നിമിഷം പിന്നെ കാണുന്നത് മക്കൾ ചിന്തിക്കണ്ട. ഈ മിടിപ്പുകളൊന്നാവുക എന്നുള്ള പ്രധാനം, അതിന് വിളിക്കുന്ന വാക്കാണ് എന്നിൽ വസിക്കുക. നമുക്ക് ഒരുമിച്ച് മിടിക്കാം, നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, നമുക്ക് ഒരേ ശരീരമാകാം. ഒരു വീടെന്നൊക്കെ പറയുമ്പോൾ നമ്മളിലേക്ക് വരുന്ന സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? യേശു എൻ്റെ വീടാണ്, അല്ലെങ്കിൽ യേശു ഞാൻ വസിക്കുമെന്ന് പറയുമ്പോൾ കുറഞ്ഞൊരു രണ്ടർത്ഥങ്ങളെങ്കിലും നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഒന്ന്, അവനാണ് നമ്മുടെ അഭയം. രണ്ട്, അവനാണ് നമ്മുടെ സ്വാസ്ഥ്യം. അഭയം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭയമില്ലായ്മ എന്നാണ്. പലപ്പോഴും നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല. ഹിംസയ്ക്ക് അഹിംസ എന്ന് പറയുന്ന കണക്ക് അത്ര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ല ഭയം, അഭയം എന്നുള്ളത്. പക്ഷേ അർത്ഥം അത് തന്നെ, ഭയമില്ലാത്ത അവസ്ഥ. നമുക്കറിയാം, ഭയം നമ്മളെ വല്ലാതെ ക്രഷ് ചെയ്യും. എന്തെങ്കിലും ഒരു തരം ഭയത്തിലൂടെ കടന്നു പോകാത്ത ഒരാളുമില്ല. ഒരു ലീവ് കൊടുക്കേണ്ട ഒരു ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ജോലിക്കാരൻ പോലും ഭയപ്പെടുന്ന എന്തായിരിക്കും തൻ്റെ ബോസിൻ്റെ നിലപാടെന്നുള്ള. അങ്ങനെ ഓരോ സെക്കൻഡിനും ഭയത്തിന് കപ്പം കൊടുക്കുന്ന ജീവിതമാണ് നമ്മുടേത്. ആരാണ് ഈ ഭയത്തിനും കപ്പം കൊടുക്കാതെ അല്ലെങ്കിൽ നിർഭയരായിട്ട് ഈ ഭൂമിയിൽ തലയെടുപ്പോട് ജീവിച്ചു പോവുക? അപ്പോൾ വലിയ ഭയങ്ങളുടെ ബണ്ടിലാണ് നമ്മൾ. പക്ഷേ ഭയത്തിന് പ്രശ്നമുണ്ട്. എന്താണത്? ഭയം നമ്മളെ ഇങ്ങനെ നമ്മുടെ ക്വാളിറ്റിയെ തകർത്ത് കളയും. വേദപുസ്തകം ഭയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതുന്നത്, ഇൻ ഫിയർ ദർ ഈസ് പണിഷ്മെൻറ്റ്. ഭയത്തിൽ പ്രഹരമുണ്ട്. എവിടെയൊക്കെ മനുഷ്യൻ ഭയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അവന് അടിപറ്റിയിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ സകലമാന കാര്യങ്ങളും കൈവിട്ട് പോകുമ്പോൾ, എല്ലാ ദുരന്തങ്ങളും അയാളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ മനുഷ്യൻ ദീർഘനിശ്വാസത്തോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. അപ്പം പലപ്പോഴും ഈ ഭയപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം അത്തരം മേഖലകൾക്കകത്ത് നമ്മൾ വല്ലാതെ വീക്കാണ്. ഉദാഹരണത്തിനായിട്ട് ഒരു ജനിതക പ്രത്യേകതയുടെ ഭാഗമായിട്ട് തനിക്ക് എന്തെങ്കിലും രോഗം വരുന്ന കരുതുന്ന ഒരു മകനെ എടുക്കുക. എന്നാൽ അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത വേറെ മക്കളുണ്ട് ഈ അപ്പന്. അവരെ ഒന്ന് ഈ കാര്യമായിട്ട് ഈ പ്രസംഗം അലട്ടാതെ പോകുമ്പോൾ ഇങ്ങനൊരു സാധ്യത തനിക്കുണ്ടെന്ന് കരുതി അതിനകത്ത് വല്ലാതെ അങ്ങോട്ട് കുരുങ്ങിപ്പോയ ആ മകന് പിന്നീട് അതിൻ്റെ ചില പ്രത്യേകതകൾ കണ്ടുവരുമ്പോൾ പെട്ടെന്ന് തോന്നുന്നു, ഇത് തന്നെ ആയിരിക്കും എൻ്റെ അർത്ഥം, ഇൻ ഫിയർ ദർ ഈസ് പണിഷ്മെൻറ്റ്. ഞങ്ങൾ ഭയപ്പെട്ട ഞങ്ങൾക്ക് സംഭവിക്കുന്നു. അപ്പോൾ
നമ്മൾ നിർഭയരായിട്ട് ജീവിക്കണം എന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. അപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വളരെയേറെ ചുരുങ്ങിയ മനുഷ്യർ, വളരെ സ്ക്യൂസ്ഡായ മനുഷ്യരാണ്. അപ്പോൾ ഒരു വീടുണ്ടായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെ അഭയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്തിനു ശേഷവും നമുക്കിങ്ങനെ എത്തിപ്പിടിക്കാനായിട്ടിടം. പണ്ടിങ്ങനെ യുദ്ധകാലങ്ങളിലൊക്കെ ഒരു നിയമം ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ നിങ്ങൾ തോൽവിയുടെ വക്കിലെത്തി നിങ്ങളുടെ ജീവൻ എടുക്കാനായിട്ട് പ്രതിയോഗിക്ക് അർഹതയുണ്ട്, ചട്ടങ്ങൾ അതിന് അനുവദിക്കുന്നുണ്ട്. ഇനി ചെയ്യാവുന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താണത്? പരമാവധി ശക്തിയിൽ ഓടുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ബലിപീഠത്തിനരികിൽ, അത് ക്ഷേത്രത്തിലാവട്ടെ, ദേവാലയത്തിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, എവിടെയെങ്കിലും ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ഇടം കണ്ടുപിടിച്ചിട്ട് ആ ഇടത്തിലെ ബലിശിലയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക. പഴയ യുദ്ധ നിയമങ്ങൾ അനുസരിച്ചിട്ട് ആ ബലിശിലയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരാളെ കൊല്ലാനായിട്ട് അനുവദിക്കുന്നില്ല. അയാളെ വെറുതെ വിടണം. എനിക്ക് തോന്നുന്നു വല്ലാതെ പരിക്ക് പറ്റിയ, വല്ലാതെ വിഷമിച്ച മനുഷ്യൻ്റെ അവസാനത്തെ ബലിശിലയുടെ പേരാ ദൈവം. അവിടെ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു അഭയബോധമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് സ്വാസ്ഥ്യമുണ്ടായിരിക്കുക എന്നുള്ള പ്രധാനം. വീടില്ലാതെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ, വസിക്കാൻ ഇടവില്ലെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ സ്വസ്ഥയില്ലായിരിക്കുക എന്നുള്ളതാണ്. യേശു അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എവിടെയാണ് നിൻ്റെ വീടെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, കുരുവിക്ക് കൂടുണ്ട്, കുറുനരിക്ക് മാളവുമുണ്ട്, എനിക്ക് വീടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കുരുവിയും കുറുനരിയും അനുഭവിക്കുന്ന അത്രയും പോലും സ്വസ്ഥത എനിക്കില്ല. അവസാനത്തോളം ഇങ്ങനെ ഭൂമിയെക്കുറിച്ച് അസ്വസ്ഥമായൊരു മനസ്സായിരുന്നു യേശുവിൻ്റെ എന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പോൾ വീടില്ല എന്ന് പറയുന്ന അർത്ഥം സ്വസ്ഥയില്ലായിരിക്കുക എന്നുള്ള. ഉൽപ്പത്തിയുടെ പുസ്തകത്തെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ കായന് ലഭിച്ച ഏക ശിക്ഷ അതാ. ബാക്കി എല്ലാ കാര്യത്തിലും ഇത്രയും ഹീനമായ കൊലപാതകം ചെയ്ത കായനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവനോടൊരു കാര്യം പറഞ്ഞു, യു ഷാൽ ബി വാണ്ടറിങ്, നീ അലയുന്നവനായിരിക്കും. അലയുന്ന യഹൂദനൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫ്രേസ് പോലും ഉണ്ട്, സ്വസ്ഥയില്ലാത്ത മനുഷ്യരെക്കുറിച്ചൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ഓരോയിടത്തും ഒരു ഗതിയില്ലാതെ പോകുന്ന മനുഷ്യയൂഥങ്ങളെക്കുറിച്ച് പറയുന്ന വാക്കാണ് വാണ്ടറിങ് ജൂ. അതൊക്കെ ഒരു പക്ഷേ വരുന്നത് ഈ പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. അലയുന്നവനായിരിക്കുക. അപ്പോൾ മനസ്സുകൊണ്ടിങ്ങനെ അലയുന്ന മനുഷ്യരാണ് കൂടുതലും. എല്ലാവരും ഉള്ളപ്പോഴും ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്വാസ്ഥ്യം അനുഭവിക്കാതെ പോകുന്ന മനുഷ്യർ. അപ്പോൾ ഒരു വീടുണ്ടായിരിക്കുക എന്നുള്ള പ്രധാനം. വീടില്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുരന്തമെന്ന് വീട്ടിൽ വസിക്കുന്നവർക്കും വീട് വിട്ടുപോയവർക്കും വീട് കളഞ്ഞു പോയവർക്കും ഒക്കെ അറിയാൻ പറ്റും. എബൈഡ് ഇൻ മീ. യേശു തന്നെ വിശേഷിപ്പിക്കുന്ന വാക്കിതാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഇതൊരു ഭംഗിയുള്ള മിസ്റ്റിക്കലായ ഒരു പ്രതീകമാണ് നമുക്ക് ലഭിക്കുക. യോഗാത്മകമായ പ്രതീകമാണ് നമുക്ക് ലഭിക്കുക. കോസ്മിക് ട്രീ എന്നൊക്കെ പറഞ്ഞൊരു സങ്കല്പം നമ്മൾ പലപ്പോഴും വായിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ കോസ്മിക് ട്രീ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു വൃക്ഷം. അതുകൊണ്ടാണ് ഒരു ഇലയെ മാത്രമായിട്ട് നമുക്ക് തൊടാൻ പറ്റത്തില്ലെന്നൊക്കെ നമ്മൾ പറയുന്നത്. ബുദ്ധഗുരുക്കന്മാരൊക്കെ പറയും, നിങ്ങൾ ഒരു പുൽനാമ്പിനെ പൊട്ടിക്കുമ്പോൾ ആ പുൽനാമ്പല്ല ഉലയുന്നത്, മറിച്ച് ഈ പ്രപഞ്ചമാണ് ഉലയുന്നത്, നക്ഷത്രങ്ങളാണ് ഉലയുന്നത്. അത്രയും നമ്മൾ കാണാത്ത വിധത്തിൽ അഗാധമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് പ്രപഞ്ചം. സോ ഒരു കോസ്മിക് ട്രീയാണ്. ഓരോരുത്തരും അതിനകത്ത് തളിർപ്പ് മാത്രമാണ്. ഇത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെവറൻസ്, ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു പുതിയൊരു ഒഴുക്ക്, വലിയ വ്യത്യാസം ജീവിതത്തിലുണ്ടാക്കും. ചെറിയ മക്കളുടെയൊക്കെ കോൺഫറൻസിനൊക്കെ പോകുമ്പോൾ മിക്കവാറും സെഷൻ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയായിരിക്കും. ഞാൻ അവരോട് പറയും, മക്കളെ നിങ്ങളൊന്ന് കൈ ഒന്ന് കോർത്ത് പിടിച്ച് ഒരു സെക്കൻഡ് ഒന്ന് കണ്ണുപൂട്ടിയിരിക്കുക. ഒരു സെക്കൻഡ് ഇങ്ങനെ കൈ കോർത്തിരിക്കുമ്പോൾ തന്നെ എന്തൊരു ഫ്ലോയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ പലപ്പോഴും ആ ദമ്പതികളുടെ ഒരു റിട്രീറ്റിനൊക്കെ അത് പറയാറുണ്ട്. എത്ര കാലമായി നിങ്ങളൊന്ന് കണ്ണ് പൂട്ടി കൈകോർത്ത് പിടിച്ചിട്ട്? പലപ്പോഴും അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. ആ കൈകോർത്ത് പിടിക്കുന്ന ഇടയിൽ എന്തുമാത്രം ഒരു ഒഴുക്കാണ് ജീവിതത്തിൽ സംഭവിക്കുക. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു നമ്മളുടെ ഒഴുക്കുകൾ ഈ വിരലിൻ്റെ അറ്റത്ത് അവസാനിക്കുക. എന്നല്ല, നമ്മുടെ ഒഴുക്ക് ആരംഭിക്കുന്ന ഈ വിരലിൻ്റെ അറ്റം തൊട്ടാണ്. ആ ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഇങ്ങനെ കണ്ണുപൂട്ടി കുഞ്ഞുങ്ങൾ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നീട് എണീക്കുമ്പോൾ ഇവർക്കിടയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത, ഒരുപക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, ഇവൻ നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അഗാധമായ എന്തോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത്രയും ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ വിഷയത്തിലെ തളിർപ്പുകളാണ് നമ്മളെന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി. ആട്ടെ, യേശു ദൈവത്തെ വിളിക്കുന്ന വാക്കെന്താണ്? ഞാൻ വൃക്ഷവും അവൻ കൃഷിക്കാരനാണെന്ന് പറയുന്നത്. അതിനകത്തൊരു പ്രത്യേക ഒരു വാക്ക്, ഈ നമ്മൾ ഈ ഭാഗം വായിച്ചെടുക്കുന്നത് യോഹന്നാൻ 15-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ 15-ാം അധ്യായത്തിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് കയ്യിൽ ബൈബിളുള്ളവർ നിശ്ചയമായിട്ട് ഈ രാത്രിയിലൊന്ന് വായിക്കണം. അത്രയും ആശ്വാസം തരുന്ന, അത്രയും പ്രതീക്ഷ തരുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അവൻ കൃഷിക്കാരനാണ്. നല്ലൊരു കൃഷിക്കാരനെന്ന നിലയിൽ ഫലം നൽകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് അവനറിയാം. അവൻ ശാഖകളെ വെട്ടി ഇങ്ങനെ ചെറുതാക്കുന്ന, പ്രൂണിംഗ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത് അതിങ്ങനെ കൂടുതൽ ഫലം തരാൻ വേണ്ടിയാണെന്നുള്ള. എന്തെങ്കിലും തരത്തിലൊക്കെ ഒരു പരിക്ക് പറ്റാത്ത ഒരാളും എന്നെ ഈ രാത്രിയിൽ കേൾക്കുന്നില്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുക.
ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആർക്കും ഒക്കെ ഒത്തിരി പരിക്കുകളുണ്ട്. നമുക്ക് സംഭവിച്ചിട്ടുള്ള ചില പരിക്കുകളെ ഇങ്ങനെ കാണാൻ പഠിച്ചാൽ നല്ലതല്ലേ? ആ നിത്യനായ കൃഷിക്കാരൻ കൂടുതൽ ഫലം തരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ തരുന്ന ചില പ്രൂണിങ്ങാണ്. നമുക്കറിയാം, ഈ മഴക്കാലത്തൊക്കെ ഈ ബോഗൺവില്ലയിലൊക്കെ ഈ തൊട്ടടുത്ത് തന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. ആ ബോഗൺവില്ലയൊക്കെ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മഴ കഴിയുമ്പോൾ അതിനകത്ത് തളിർപ്പുണ്ടാകും. അപ്പോൾ ഓരോ കഷ്ടാനുഭവങ്ങൾക്ക്, ഓരോ സഹനാനുഭവങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ പുതിയ തളിർപ്പുകളുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വേദപുസ്തകം പറയുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവനെല്ലാം നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു. ഈ കടന്നു പോകുന്ന വേദനകളൊന്നും ഭംഗിയുള്ളതല്ല, പക്ഷേ ഇതിനകത്ത് എന്തോ നന്മ രൂപപ്പെടുന്നുണ്ട്. നന്മയെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിൻ്റെ വലിപ്പമാണെന്നും നിങ്ങൾ ഉപയോഗിക്കുന്ന വീടിൻ്റെ വിസ്തീർണ്ണമാണെന്നും. നന്മയെന്ന് പറയുന്നത് ഈ ഒരു ഇത്തിരി ഇടത്തിൽ കിട്ടുന്ന പ്രകാശമാണ്. അപ്പോൾ നമ്മൾ കടന്നു പോയിട്ടുള്ള എല്ലാ ദുഃഖാനുഭവങ്ങളും വാസ്തവത്തിൽ ഏതൊക്കെയോ നന്മയിലേക്കുള്ള ഘടകങ്ങളായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടിയ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ വെറുതെ ഓർത്താൽ നല്ലതാണ്, ആ നിത്യനായ കൃഷിക്കാരൻ നിങ്ങളെ പ്രൂൺ ചെയ്യുക. അത്തരം ചില വിചാരങ്ങളിൽ നിന്ന് യേശു പിന്നീട് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വലിയൊരു വിശേഷണത്തിലേക്കാണ്. യേശു പറയുകയാണ്, ഇനി മുതൽ ഞാൻ നിങ്ങളെ ശിഷ്യരെന്ന് വിളിക്കില്ല, സ്നേഹിതരെന്ന് മാത്രം. അതങ്ങനെ തന്നെ ഭവനത്തിൽ വസിക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ അഗാധമായ ബന്ധം രൂപപ്പെടും. ഇനി കാൽപാദങ്ങളിലല്ല, അയാൾ എന്നിൽ തന്നെ വസിക്കുന്ന ഒരാളാണ്. യേശു നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന വിശേഷണം അതാണ്, സ്നേഹിതൻ. യേശു പിന്നീട് ആ വാക്കിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. തിരുവത്താഴ മേശയിൽ വെച്ചാണ് ഇത്തരം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കറിയാം, ആ രാത്രിയിൽ ആ പറയുന്ന സ്നേഹത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോവുകയാണ്. അയാളുടെ ഗതിയെക്കുറിച്ച് വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നുണ്ട്. പുറത്തിരുട്ടായിരുന്നു. ഒരാളുടെ ജീവിതത്തിൻ്റെ ദുരന്തത്തെ ഇത്രയും കൃത്യമായിട്ട് ലോകത്തൊരിടത്തും ഇങ്ങനെ സംഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പുറത്തിരുട്ടായിരുന്നു. ജൂഡസ് ഇങ്ങനെ ഇരുട്ടിലേക്ക് പോയി ഈ മനുഷ്യൻ പിന്നീട് വരുന്നത് പന്തങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ്. ആ പന്തങ്ങളുടെ അകമ്പടിയിൽ നിന്ന് ഒരാൾ മുമ്പോട്ട് വന്നിട്ട് ആ ചരിത്രത്തിൽ ചുംബനത്തെ മലിനപ്പെടുത്തിയ ആദ്യത്തെ അനുഭവം ആരംഭിക്കാൻ പോവുകയാണ്. അയാളിങ്ങനെ ചുംബനം മറയാക്കി ഇങ്ങനെ യേശുവിന് ഒറ്റ കൊടുക്കുക. അപ്പോഴും യേശു അവനെ വിളിക്കുന്ന വാക്ക് സ്നേഹിതാന്ന് തന്നെ. അപ്പോൾ ഈ ഭവനത്തിൽ വസിച്ചു തുടങ്ങിയ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബലം ഇതാണ്, ഞാൻ അവൻ്റെ സ്നേഹിതനാണ്. ആരാ സ്നേഹിതൻ എന്ന് പറയുന്നത്? നമുക്കൊക്കെ സ്നേഹിതന്മാരാവശ്യമുണ്ട്. എല്ലാവരും അവരുടെ സ്നേഹിതന്മാർ റിലീസ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്നേഹിതൻ എന്ന് പറയുന്നത്? സ്നേഹിതൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആരോടാണോ നിങ്ങൾ നിങ്ങളുടെ ഹൃദയരഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് അവരാണ് നിങ്ങളുടെ സ്നേഹിതർ. അപ്പോൾ ഈ ഭവനത്തിൽ വസിക്കുന്ന ഒരാൾക്കും യേശുവിനിടയിൽ പിന്നെ രഹസ്യങ്ങളില്ല. എല്ലാ രഹസ്യങ്ങളും അയാൾ നമുക്ക് പറഞ്ഞു തരും. ജീവൻ്റെ രഹസ്യം, പൂക്കളുടെ രഹസ്യം, കിളികളുടെ രഹസ്യം, മരണത്തിൻ്റെ രഹസ്യം, മരണാനന്തര ജീവിതത്തിൻ്റെ രഹസ്യമൊക്കെ അവിടെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ വലിയ പ്രേരണകളിലേക്ക്, വലിയ ആഭിമുഖ്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചെറിയ തിരുവചനമാണിത്, എന്നിൽ വസിക്കുക. എങ്ങനെയാണ് അവൻ വസിക്കുന്നതിനെക്കുറിച്ച് കൂടി നമുക്ക് ആ ഭാഗത്തിൽ നിന്ന് വ്യക്തത ലഭിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, എൻ്റെ വചനം പാലിച്ച് എന്നിൽ വസിക്കുക. എന്താണ് ഒരാളുടെ വാക്കെന്ന് പറയുന്നത്? നമ്മൾ പറയാറുണ്ടല്ലോ, യേശു ജീവിക്കുന്നു. യേശു എങ്ങനെയാണ് ജീവിക്കുന്നത്? യേശു ജീവിക്കുന്നത് അവൻ്റെ വാക്കിലൂടെയാണ്. കാരണം വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകത്തിൽ എഴുതിയ കുറിപ്പുകളൊന്നുമല്ല, മറിച്ച് യേശുവിൻ്റെ തന്നെ മുഴങ്ങുന്ന, നമ്മുടെ കാലത്ത് മുഴങ്ങുന്ന മൊഴിയുടെ പേരാണ് നമുക്ക് വചനം എന്ന് പറയുന്നത്. സിഖ് ആരാധനാലയങ്ങളിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. അവരുടെ പുണ്യഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ അടുത്തിരുന്നുകൊണ്ട് രണ്ടുപേരിങ്ങനെ വിശറി ചെയ്യുന്നതാണ്, വീശി കൊടുക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ വീശുന്നത് വായിക്കുന്ന ആളെയല്ല, മറിച്ച് ഗ്രന്ഥത്തെയാണ് വീശുന്നത്. എന്താ കാര്യം? അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ഒരു ചെറിയ പുസ്തകത്താളല്ല, മറിച്ച് ഗുരു തന്നെയാണ്. അപ്പോൾ ആ ഗ്രന്ഥം തന്നെയാണ് അവരുടെ ഗുരു. അതുകൊണ്ട് അതിനിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. അത്തരം ആരാധനാലയങ്ങളിൽ ചടങ്ങ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. രാത്രിയാകുമ്പോൾ വലിയ പ്രദക്ഷിണമായിട്ട് ഈ ഗ്രന്ഥത്തെ കൊണ്ടുപോയി ഒരു മുറി കൊണ്ടേ കിടത്തി, ഒരു മുറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൽപ്പത്തിൽ കൊണ്ടേ കിടത്തി, അതിന് മീതെ പട്ടക്ക് വിരിച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് നടന്നാണ് പോകുന്നത്. കാരണം ഈ പുസ്തകമല്ല, ഗുരു തന്നെ. നമ്മുടെ പോപ്പ് ഈ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്, ഈ സുവിശേഷത്തിൻ്റെ സന്തോഷത്തിലേക്ക് വാ. നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ വചനത്തെ ഗൗരവമായിട്ട് എടുത്താൽ എന്താ? അവൻ്റെ വാക്കുകൾ ഗൗരവമായിട്ട് എടുത്താൽ എന്താ? അങ്ങനെയൊക്കെയല്ലേ ഓരോരുത്തരും അവനിൽ വാസം ആരംഭിക്കേണ്ട. വാക്കെന്ന് പറയുന്ന ഒരാളുടെ മജ്ജ. കസൻസാക്കിസിന് ഇങ്ങനെ മരണകരമായ രോഗം പിടിപെട്ടെന്ന വാർത്ത അറിഞ്ഞപ്പോൾ അയാൾ എഴുതി വെച്ചൊരു കുറിപ്പുണ്ട്, ഞാൻ ദൈവത്തോട് ഒരു 10 വർഷത്തിന് വേണ്ടിയാണ് കെഞ്ചന. അത് ദൈവം തരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ തെരുവിൽ ചെന്നിട്ട് കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരോട് പറയും, ഞാനൊരു സർഗാത്മകതയുള്ള മനുഷ്യനാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് എനിക്കൊരു 15 മിനിറ്റ് താ. എന്നിട്ട് കണ്ടുമുട്ടുന്ന എല്ലാവരിലും ഞാനൊരു 15 മിനിറ്റ് ആയുസ് വാങ്ങി
10 വർഷം നീട്ടിയെടുക്കും. എന്നിട്ടോ ആ 10 വർഷത്തിനിടയിൽ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ എഴുത്തിച്ചൊരിയും. പിന്നീട് മരണം എന്നെ തേടി വരുമ്പോൾ മരണത്തിന് കിട്ടാൻ പോകുന്നത് മജ്ജയില്ലാത്ത എൻ്റെ എല്ല് മാത്രമായിരിക്കും. കാരണം അയാളുടെ എഴുത്തായിരുന്നു അയാളുടെ മജ്ജ. ഒരു സാധാരണ എഴുത്തുകാരൻ പോലും അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അവതരിക്കപ്പെട്ട ആ വചനത്തിന് വേറെ വാക്കുകളില്ല, മജ്ജ തന്നെ അത്. അപ്പോൾ ആ മജ്ജ ഭക്ഷിച്ചു തുടങ്ങുക എന്നുള്ള പ്രധാനം. സൺ ഓഫ് മാൻ ഈ ദിസ് സ്ക്രോൾ. വേദപുസ്തകം നമ്മൾ ഉടനീളം കേൾക്കുന്ന ഒരു ഇൻവിറ്റേഷനാണ്, ക്ഷണമാണത്. ഇത് ഭക്ഷിക്കുക. നമുക്കിനി കുറേ കൂടി അവൻ്റെ മജ്ജ ഭക്ഷിച്ചു തുടങ്ങാം. ആ മജ്ജ ഭക്ഷിക്കുന്നവരാണ് അവനിൽ വസിക്കുന്നതും അവൻ്റെ സ്നേഹിതന്മാരായി പിന്നീട് പരാവർത്തനം ചെയ്യപ്പെട്ട് ലഭിക്കുകയുമൊക്കെ ചെയ്യുന്നത്. ആ വലിയ ആ ഒരു സ്വപ്നം ഓരോരുത്തരെയും കാത്തിരിപ്പുണ്ട്. യുദ്ധകാലഘട്ടങ്ങളിൽ, ആഭ്യന്തര യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളിൽ എബ്രഹാം ലിങ്കൺ വളരെയേറെ ടെൻസ്ഡായിരുന്നു. അയാൾക്കറിയത്തില്ല ശരിക്കും എന്താണ് താൻ ചെയ്യേണ്ടതെന്ന്. കാരണം നോക്കി നിൽക്കുമ്പോൾ ഒരു ദേശത്തുള്ള തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വലിയ യുദ്ധങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഇയാളുടെ ഒരു പാസ്റ്റർ ഇയാൾക്കൊരു കത്തെഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ്? മിസ്റ്റർ ലിങ്കൺ, നിങ്ങൾ മുമ്പോട്ട് പോവുക, കാരണം ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. ലിങ്കൺ പാസ്റ്റർക്ക് എഴുതിയ മറുകുറി ഇങ്ങനെയായിരുന്നു: റവറൻറ്റ്, എനിക്കതറിയാം, ദൈവം നമ്മളോടൊപ്പം ഉണ്ട്. പക്ഷേ എൻ്റെ യഥാർത്ഥമായ പ്രശ്നം അതല്ല. നമ്മൾ ദൈവത്തോടൊപ്പമാണ്. ആർ വി വിത്ത് ഗോഡ്? എല്ലാ വിശ്വാസത്തിൻ്റെ യാത്രകളിലും ആ രണ്ടാമത്തെ ഒരു ഘട്ടത്തിന് കൂടി ഉത്തരം കൊടുക്കേണ്ട ബാധ്യത നമ്മോടുണ്ട്. നമ്മളിപ്പോൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മളോട് കൂടിയാണെന്നുള്ളത്. പക്ഷേ അതിനകത്ത് വലിയ അത്ഭുതമൊന്നും ആവശ്യമില്ല. അതങ്ങനെ തന്നെ ആയിരിക്കേണ്ടതാണ്. അതാണ് ദൈവത്തിൻ്റെ ധർമ്മം എന്ന് പറയും, നമ്മളോടൊപ്പമായിരിക്കുക. പ്രശ്നം ഇതാണ്: നമ്മൾ ദൈവത്തോടൊപ്പമാണോ? ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും, വല്ലാതെ വിയർത്ത് പോകുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മൾ ദൈവത്തോടൊപ്പമാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരംഭത്തിൽ സൂചിപ്പിച്ചത് കണക്ക് നമ്മുടെയുമൊക്കെ ഇങ്ങനെ രോമകൂപങ്ങളിൽ നിന്ന് യേശുവിൻ്റെ ഗന്ധം കിട്ടും. വെറുതെ അല്ല പൗലോസ് പറയുന്നത്, നിങ്ങളാണ് യേശുവിൻ്റെ സുഗന്ധം. ആമേൻ.